ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്ന് ഞാൻ പറയുന്നത് BS6 കാറ്റഗറി വരുന്ന UC വരുന്ന കാറ്റഗറി UC സ്റ്റാൻഡേർഡ് IS KS വണ്ടികളെ കുറിച്ചാണ്. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. എടുക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇഗ്നിഷൻ ഓൺ ചെയ്യുക. എടുക്കാൻ പോകുന്ന ആളുകൾ ഇവിടെ ABS ലൈറ്റ് കാണാം, ഇവിടെ MIL ലൈറ്റ് കാണാം. അപ്പോൾ ഈ ലൈറ്റ് ഓക്കെ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യണം, ഓഫായി പോകണം. സ്റ്റാർട്ട് ആയ ഉടനെ തന്നെ വണ്ടി ലൈറ്റ് ഓഫ് ചെയ്യണം. അവർ ABS ലൈറ്റ് തെളിയുന്നുണ്ടോ നോക്കണം. ABS ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്നില്ല എങ്കിൽ ആ ബൾബാണോ അതല്ലെങ്കിൽ ഇവരെന്തെങ്കിലും ബൾബ് ഊരിയിട്ടതാണോ ഫ്യൂസ് ഊരിയിട്ടാണോ ഒക്കെ നോക്കണം. ഇത് കൺഫേം ചെയ്യണം. കാരണം ABS കാര്യത്തിൽ ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. 16 സംതിങ് വില വരുന്ന ഒരു മോഡലായിട്ടാണ് ABS വരുന്നത്. അതുകൊണ്ട് ABS എന്ന ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് നിങ്ങൾ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ABS വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് വളരെ പ്രധാനമാണ്. ABS ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിരിക്കുന്നതല്ല, ABS ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഇഗ്നിഷൻ ഓൺ ചെയ്തു നോക്കാം, 2 ലൈറ്റ് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ MIL ലൈറ്റ് സ്റ്റാർട്ടായ ഉടനെ തന്നെ പോകും. ABS ലൈറ്റ് 5 km/h വണ്ടി റണ്ണ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ ABS ലൈറ്റ് ഓഫ് ആവുള്ളൂ. അത് ഓഫ് ആവുന്നില്ല എങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. പറയാം, ഇപ്പോൾ കണ്ടില്ലേ ആ ലൈറ്റ് പോയി, MIL ഓഫ് ആയിട്ടുണ്ട്. ABS ലൈറ്റ് മാത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇത് റൺ ചെയ്യാൻ പോകുമ്പോൾ റൺ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഓഫാണ്. ഇതിൽ മീറ്റർ ലൈറ്റ് ഒന്നും തെളിയുന്നില്ല കേട്ടോ. ഇപ്പോൾ നോക്കുക, അപ്പോൾ ഒരു ലൈറ്റും ഇല്ല. ഇപ്പോൾ ലൈറ്റെല്ലാം ഓഫായി. അപ്പോൾ ഇത് ABS ഓക്കെയാണ്. സെൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻറ്റും ഇതിനില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 2 കാര്യത്തിന് വണ്ടിക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ല എന്നല്ല അർത്ഥം. സെൻസറും റിലേറ്റഡ് ആയിട്ട് ECM റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ്സ് ഈ വണ്ടിക്കില്ല എന്നുള്ളതാണ്. പിന്നെ ആദ്യമായിട്ട് ത്രോട്ടിൽ കൊടുത്ത്, അതായത് നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഓവറായിട്ട് ത്രോട്ടിൽ, അതായത് റേസ് ചെയ്ത് നിൽക്കുക, ഓവർ റേസിങ് കുറച്ച് കൂടുക കുറയുക എന്നുള്ള ഒരു സ്റ്റേബിളായിട്ടല്ല വണ്ടി നിൽക്കുന്നില്ല എങ്കിലും അതൊന്നും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വണ്ടി എടുക്കുക കേട്ടോ. വണ്ടി ഇങ്ങനെ റേസിങ് കൂടിയും കുറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം സ്റ്റേബിളായിട്ട് റേസിങ്ങിൽ മാത്രമല്ല ഐഡ്ലിങ്ങിലല്ല നിൽക്കുന്നതെങ്കിൽ, ഐഡ്ലിങ് കൂടിയും കുറഞ്ഞോ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു കംപ്ലയിൻസ് നോക്കിയതിന് ശേഷം മാത്രം, ഡയഗ്നോസ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ആ വണ്ടി എടുക്കുക. BS6 വണ്ടി കേട്ടോ. പിന്നെ ഇപ്പോൾ ECMന് കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട്. ECMന് 4905 രൂപ ആയിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു 4500. അപ്പോൾ 4 ഷോർട്സ് അപ്ഡേറ്റ് ചെയ്ത് തരാം. ഒരു 4500 സംതിങ് അത്ര വിലയിൽ കുറഞ്ഞിട്ടുണ്ട്. ആയതാലും ഇത് ഇടയ്ക്കിടയ്ക്ക് ACM പോണൊരു പ്രശ്നം ഈ വണ്ടിക്കുള്ളതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ECM പ്രശ്നം 2 കാര്യം കൊണ്ടാണ് വരിക. ഈ BS6 വണ്ടി എടുക്കുന്ന ആൾ ഒരിക്കലും റഫ് യൂസിന് പറ്റൂല എന്ന് ഞാൻ പറയുന്നില്ല. റഫ് യൂസിന് പറ്റാതെ കുഴപ്പമൊന്നുമില്ല. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ബാറ്ററി വല്ലാതെ ഡൗൺ ആയി വണ്ടി ഓടരുത്. രണ്ടാമത്തെ കാര്യം, വാട്ടർ സർവീസ്, ഹൈ പ്രഷർ വാഷും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ വണ്ടി എടുത്തതിന് ശേഷം എല്ലാവരും ശ്രദ്ധിക്കണം കാര്യം, സർവീസ് ചെയ്തതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന കംപ്ലയിൻസ് ആണത്. ഒന്ന്, സൈഡ് സ്റ്റാൻഡ് സ്വിച്ച് നോക്കുക. സൈഡ് സ്റ്റാൻഡ് ഓക്കെ ആണോ നോക്കുക. സൈഡ് സ്റ്റാൻഡ് 1-2 പ്രാവശ്യം തട്ടിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ, അതായത് മുകളിലേക്ക് വന്നാൽ മാത്രമേ ആ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ആ ഒരു സ്വിച്ച് കറക്റ്റ് ഫങ്ഷൻ അല്ല എങ്കിലും നമുക്ക് വണ്ടി സ്റ്റാർട്ടാവില്ല. രണ്ടാമത് വരുന്ന വിഷയമാണ് സ്പാർക്ക്. അതായത് ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അടിച്ച് കൈ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ആ ഒരു അഡാപ്റ്ററിൻ്റെ ഉള്ളിലെ റബ്ബറിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ സ്റ്റാർട്ടാവാത്ത സന്ദർഭങ്ങളിൽ ആ പ്ലഗ് അയച്ചതിന് ശേഷം, അത് അഡാപ്റ്ററിൽ നിന്ന് തിരിച്ച് അയച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം മുഴുവൻ എയറടിച്ച് കളയുക, എന്നിട്ട് വണ്ടി ഓടിക്കുക. കാരണം ഇതിൻ്റെ സിംഗിൾ സ്പാർക്ക് പ്ലഗ് മാത്രമാണ് വണ്ടിക്കുള്ളത്. അതുകൊണ്ട് എന്ത് പ്ലഗിന് എന്ത് തന്നെ ചെറിയ വിഷയം വന്നാലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിന് മുന്നേ വന്ന വണ്ടികൾക്കെല്ലാം ട്വിൻ സ്പാർക്ക് ആയിരുന്നു. BS6 ആയതിനു ശേഷം വണ്ടി കംപ്ലീറ്റ് സിംഗിൾ സ്പാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. ട്വിൻ സ്പാർക്ക് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്ലഗ് കറക്റ്റ് വർക്ക് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും. പിന്നെ വണ്ടി ഹീറ്റായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ ആവുമായിരുന്നു. ഇപ്പോൾ ചെറിയൊരു വിഷയം ഉണ്ടെങ്കിലും കൂടി ഈ വണ്ടി സ്റ്റാർട്ടാവില്ല. അത് വലിയൊരു വിഷയമാണ്. പിന്നെ ഇതിൻ്റെ BS6 ECM വണ്ടിയാണെങ്കിലും കൂടെ
ഇതിന് കിക്ക് സ്റ്റാർട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ബാറ്ററി കുറച്ച് വീക്കായാലും നമുക്ക് കിക്ക് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിക്കാം. പക്ഷേ ബാറ്ററി വീക്കായി സെൽഫ് അടിയുന്നില്ല എങ്കിൽ, ബാറ്ററി വീക്കായി തുടങ്ങിയെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ആ ബാറ്റിങ് മാറ്റിക്കളയാം. അത് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബാറ്ററി മാറ്റേണ്ട വരികയും ചെയ്യും. മാത്രമേ ECMൻ്റെ ഡാറ്റ എററാവാനും, അതുകൊണ്ട് തന്നെ ECM കംപ്ലൈൻറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബാറ്ററി എപ്പോഴും നല്ല ഫിറ്റായിട്ടുള്ള ബാറ്ററി മാത്രം ഉപയോഗിക്കുക. ഒരു കാലാവധി കഴിഞ്ഞിട്ട് ഒപ്പിച്ച് കാട്ടൊന്നും ബാറ്ററി ഉപയോഗിച്ച് വണ്ടി ഓടിക്കരുത് BS6 വണ്ടികൾ. പിന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് കാർബറേറ്റർ വണ്ടിയേക്കാളും കുറച്ചുകൂടെ സ്മൂത്തായിട്ട് റൈഡ് ക്വാളിറ്റി വണ്ടി തരുന്നുണ്ട്. അതേമാതിരി കുറച്ചുകൂടെയൊക്കെ മൈലേജ് ഇങ്ങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടി. മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് വാസ്തവം. സീരീസിനേക്കാളും കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്ന വണ്ടി ഇത് എന്നാണ് കസ്റ്റമേഴ്സിൻ്റെ കൂടുതലായിട്ടുള്ള അഭിപ്രായം കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് തന്നെയാണ്. പിന്നെ ഈ ഒരു വണ്ടിക്ക് മെയിനായിട്ട് വരുന്ന വിഷയം സ്റ്റാർട്ടിങ് വിഷയം തന്നെയാണ്. പിന്നെ രണ്ടാമത്, നിങ്ങൾ എവിടെയെങ്കിലും വണ്ടി പോണ സമയത്ത് വണ്ടി ഓഫായി, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എങ്കിൽ നിങ്ങൾ ഇടത്തെ സൈഡിൽ വരുന്ന ടൂൾ ബോക്സ് അയച്ചിട്ട് അതിന് നമ്മൾ റിലേ കിടക്കുന്നുണ്ട്. ആ റിലേ എന്തെങ്കിലും ലൂസ് കോണ്ടാക്റ്റ് എന്തോ ഉണ്ടെങ്കിൽ വണ്ടി ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യില്ല. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, ഇഗ്നിഷൻ ഓൺ ചെയ്തതിന് ശേഷം ടാങ്കിലേക്ക് ചെവി ഓർത്ത് നോക്കുക. ചെവി ഓർത്തിട്ട് ആ പമ്പ് വർക്ക് ചെയ്യുന്ന ശബ്ദം ഇല്ല എങ്കിൽ ആ ഒരു ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. ആ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ എത്ര തന്നെ കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല, വെറുതെ കാല് വേദനിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്യൂൽ പമ്പിൻ്റെ സൗണ്ട് 1-2 കിക്കൊക്കെ ചെയ്ത് വെക്കുന്നത് സ്റ്റാർട്ടാവുന്നില്ല എങ്കിൽ ഇഗ്നിഷൻ ഓഫ് ചെയ്ത് കില്ലർ സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടാങ്കിൽ ചെവി ഓർത്ത് കഴിഞ്ഞാൽ കേൾക്കും. അത് കേൾക്കുന്നില്ല എങ്കിൽ ആ ഒരു സൈഡിലെ ബോക്സ് അയച്ചിട്ട് സൈഡിൽ 5 റിലേ കിടക്കുന്നുണ്ട്. ആ റിലേ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. റിലേ ലൂസ് കോണ്ടാക്റ്റ് ആയിട്ട് വണ്ടി സ്റ്റാർട്ടാവാത്തൊരു വിഷയങ്ങൾ സാധാരണ ഈ വണ്ടി UC സ്റ്റാൻഡേർഡിൽ വരുന്നുണ്ട്. അതും ശ്രദ്ധിക്കുക. അതൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പ്ലേസിങ് അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാൻ റോയൽ എൻഫീൽഡ് സർവീസ് മെക്കാനിക് ആണെങ്കിലും കൂടെ അത് വല്ലാതെ ലൂസ് കോണ്ടാക്റ്റ് ആയിട്ട് കഴിഞ്ഞു പോകുന്നൊരു വിഷയമുണ്ട്. അതൊരു മിസ്പ്ലേസിങ് ആയിപ്പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വല്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ ഇത് നമുക്ക് ലോങ് റൈഡ് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒറ്റക്കൊക്കെ ഒരു സ്ഥലത്ത് മെക്കാനിക്സ് ഒന്നും അവൈലബിൾ അല്ലാത്ത ഒരുപാട് ഏരിയകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ടുപോയി പെട്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു കാര്യം, 2 കാര്യം, ഒന്ന് പ്ലഗ്, ഒന്ന് ഫ്യൂൽ പമ്പിൻ്റെ റിലേ. ഈ 2 റിലേ കൊണ്ടാണ് കൂടുതലായിട്ടും കോമൺ ആയിട്ട് കംപ്ലയിൻറ്റ് വരുന്നത്. ഇപ്പോൾ പ്ലഗ് മാറ്റി കൊടുക്കുക, കറക്റ്റ് പ്രോപ്പർ സമയങ്ങളിൽ സ്പാർക്ക് പ്ലഗ് മാറ്റി കൊടുക്കുക. അതുമാതിരി തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ അഡാപ്റ്റർ, പ്ലഗ് മാറ്റുന്ന സമയത്ത് സ്പാർക്ക് പ്ലഗിൻ്റെ അഡാപ്റ്ററും കൂടെ മാറ്റി കൊടുക്കുക കേട്ടോ. കാരണം 161 രൂപയാണ് ഇപ്പോഴത്തെ പ്ലഗിന് വരുന്നത്. 170 രൂപയായിരുന്നു. അപ്പോൾ 105 രൂപയായിരുന്നു പ്ലഗിൻ്റെ അഡാപ്റ്ററിൻ്റെ വില. ഇപ്പോൾ 92 അങ്ങനത്തെ വില വരുന്നുള്ളൂ. 95 92 അങ്ങനെ എന്താണ് ഇപ്പം പുതിയ വില വരുന്നത്. അപ്പോൾ ഈ 2 സാധനം 10,000 കിലോമീറ്റർ കഴിഞ്ഞ് നിങ്ങൾ വണ്ടി എങ്കിൽ ആ സ്പാർക്ക് പ്ലഗും അതിൻ്റെ അഡാപ്റ്ററും നിങ്ങൾ മാറ്റി കൊടുക്കുക. കാരണം വഴി കൊടുക്കാൻ ഏറ്റവും കാരണമുള്ള വണ്ടി അതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ഫ്യൂൽ പമ്പിൻ്റെ റിലേസ് ഉണ്ട്. അതൊരുവിധം പഴയതാണെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ലോങ്ങൊക്കെ പോകുന്ന ആളുകളാണെന്നൊക്കെ 100 രൂപ ഒക്കെ വില വരുന്നുള്ളൂ റിലേക്ക്. അതൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം വണ്ടി ഓടുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, BS3 വണ്ടിയൊക്കെ ഉപയോഗിച്ച്, സാധാരണ വണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ട് BS6 ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയിലൊക്കെ മിനിമം 2 ലിറ്റർ പെട്രോളെങ്കിൽ ഇതിൽ എടുക്കാത്ത വേണം കേട്ടോ. മിനിമം 2 ലിറ്റർ പെട്രോളെങ്കിൽ ഉപയോഗിക്കാത്ത പെട്രോൾ ഇതിലുണ്ടാവണം. ആ ഒരു പെട്രോളിൻ്റെ ഇൻഡിക്കേഷൻ തെളിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പെട്രോൾ അടിക്കുക, പെട്രോൾ ഫില്ല് ചെയ്യുക. ആ ഫ്യൂൽ ഫില്ല് ചെയ്തതിന് ശേഷം വണ്ടി ഓടുക. കാരണം ഫ്യൂൽ പമ്പിൻ്റെ കൂളിംഗ് കിടക്കുന്നത്, ഫ്യൂൽ പമ്പിൻ്റെ മോട്ടറിൻ്റെ കൂളിംഗ് കിടക്കുന്ന പെട്രോളാണ്. അത് ശരിക്കും മുങ്ങിക്കിടന്നാൽ തന്നെ ആ ഫ്യൂൽ പമ്പ് കൂളാവുള്ളൂ. അതല്ലാതെ വല്ലാതെ സ്ട്രെയിൻ എടുത്ത് ഈ ഒരു സാധനം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓവർ പമ്പ് ഹീറ്റായിട്ട് അതിൻ്റെ ഒരു കപ്പാസിറ്റി കുറയും, അതിൻ്റെ ഫ്യൂൽ പമ്പിൻ്റെ പ്രഷർ കുറയും, അതിന് വണ്ടിക്ക് മിസ്സിങ് തുടങ്ങും. അതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു വിഷയം. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ BS6ലേക്ക് പോകണമെങ്കിൽ 100 രൂപ 50 രൂപ പെട്രോൾ അടിച്ചിട്ടാണ് ഓടുന്നതെങ്കിൽ അത് പിന്നെ ആ ഒരു ശീലം നിങ്ങൾ തുടർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂൽ പമ്പ് വീക്കാവും, വഴി കൊടുങ്ങും, മിസ്സിങ് വരും. പിന്നെ മിസ്സിങ്ങിന് വേണ്ടി അറിയാത്ത വർക്ക്ഷോപ്പിലേക്കാണെങ്കിൽ കയറ്റുന്നെങ്കിൽ ഒരുപാട് പൈസ നിങ്ങൾക്ക് വേസ്റ്റ് ആവും. ശരിയായിട്ടുള്ള കാരണം കണ്ടെത്തുമ്പോഴേക്ക് ഒരുപാട് പൈസ പോയിട്ടുണ്ടാവും. അതും കൂടെ മനസ്സിലാക്കുക. പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം, BS6 വണ്ടികൾ വർക്കെടുത്ത് പരിചയമുള്ള മെക്കാനിക്സിനെ മാത്രം സമീപിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ സർവീസ് സെൻ്ററിലേക്ക് മാത്രം ആശ്രയിക്കുക. അതല്ലെങ്കിൽ ഒരുപാട് ECM, ത്രോട്ടിൽ ബോഡി റിലേറ്റഡ് സെൻസർ കാര്യങ്ങളൊക്കെ മൊത്തം കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വർക്ക് എടുത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെടുത്ത് ട്രെയിൻഡ് ആയിട്ടുള്ള മെക്കാനിക്സിൻ്റെ അടുത്ത് മാത്രം കൊടുത്തിട്ട് BS6 വണ്ടി വർക്ക് എടുക്കുക. അതല്ലെങ്കിൽ വെറുതെ നമുക്ക് അധിക ചിലവ് ഉണ്ടാകുന്നതാണ്. അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും BS6 വണ്ടി എടുക്കുമ്പോൾ, സ്റ്റാൻഡേർഡ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് KSN എടുക്കാൻ നോക്കുക. ESN എടുക്കാൻ, ഇലക്ട്രിക് സ്റ്റാർട്ടിൽ വണ്ടി എടുക്കുക. കാരണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് കിക്ക് സ്റ്റാർട്ടിൽ വണ്ടി കൊണ്ടെടുക്കാറിന് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ട്രാഫിക്കും മറ്റേ കാര്യങ്ങളൊക്കെ, വണ്ടിയൊക്കെ ഓഫായി കഴിഞ്ഞാൽ വീണ്ടും ന്യൂട്രലാക്കി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് പ്രാക്ടിക്കൽ ആവില്ല, ബുദ്ധിമുട്ടാവും. ബാക്കിൽ ആളുകൾ ഹോണടിച്ച് ബുദ്ധിമുട്ടാക്കും.
അപ്പോൾ കഴിയുന്നതും കിക്ക് സ്റ്റാർട്ട് വണ്ടി തന്നെ എടുക്കുക. കാരണം അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ കിക്ക് സ്റ്റാർട്ട് വണ്ടി സെൽഫ് സ്റ്റാർട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ടാങ്കിന് ലൈൻ ഉണ്ടാവില്ല, ഒരു സ്റ്റാൻഡേർഡിൻ്റെ ആ ലുക്ക് കിട്ടില്ല. റെട്രോ സ്റ്റൈൽ പൂർണ്ണമായിട്ടും ബാക്ക്വേർഡാണ് എന്നുള്ളത് തോന്നുകയാണെങ്കിൽ ആ ടാങ്കൊക്കെ ഒന്ന് അയച്ചിട്ട് നിങ്ങൾ അതേമാതിരി മാറ്റിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല പെയിൻറ്റിങ്ങും നല്ല രീതിയിൽ കമ്പനിയായിട്ട് പ്രൊഫഷണൽ രീതിയിൽ വർക്ക് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആളുകളെടുത്ത് പോയിട്ട് കറക്റ്റ് പെയിൻറ്റിങ് ചെയ്ത് ലൈൻ ചെയ്ത് സ്റ്റാൻഡേർഡ് മാറ്റി എടുക്കാവുന്നതാണ്. എന്നാലും സെൽഫ് സ്റ്റാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. അപ്പം ഈ ത്രോട്ടിൽ കൊടുത്ത് സ്റ്റാർട്ടിങ് പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പിന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബെയറിങ് കംപ്ലൈൻ്റ് ആയാലും ബേസിക്സ് വണ്ടിക്ക് വളരെ കുറവാണ് കേട്ടോ. കാരണം മുമ്പൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ത്രോട്ടിൽ കൊടുക്കും, ആക്സിലേറ്റർ കൊടുക്കും. ആ ആക്സിലേറ്റർ കൊടുക്കുന്നതോട് കൂടി സെൽഫ് തന്നെ ബെയറിങ് വല്ലാതെ കംപ്ലൈൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം, അതിൻ്റെ ഒരു ബെയറിങ് 4700 രൂപയാണ് പുതിയ വില. കുറഞ്ഞിട്ടുള്ള വില എത്രയാണെന്നുള്ള പുതിയ അപ്ഡേഷൻ അടുത്ത് തരാം. ആ ഒരു ബെയറിങ് മാറ്റിക്കഴിഞ്ഞാൽ 3-4 ലക്ഷം സുഖമായിട്ട് കിട്ടും. 5 വർഷം വരെ കിട്ടിയ ബെയറിങ്സ് ഒക്കെ ഉണ്ട് സ്ഥിരം, ഒരു കുഴപ്പമില്ലാതെ. അത് നമ്മളെ ഉപയോഗം പോലെ ഇരിക്കും. എന്നാലും സെൽഫ് സ്റ്റാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പിന്നെ വലിയൊരു ഉപകാരമാണ് നമ്മൾ യൂസ് വൈസ് നോക്കുമ്പോൾ. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരിക്കലും ത്രോട്ടിൽ കൊടുക്കരുത് കേട്ടോ. ആക്സിലേറ്റർ കൊടുക്കാതെ വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ, സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ. ത്രോട്ടിൽ കൊടുക്കാതെ സ്റ്റാർട്ട് ചെയ്താലേ സ്റ്റാർട്ട് ആവുള്ളൂ. ത്രോട്ടിൽ കൊടുത്ത് ബാക്കിയുള്ള വണ്ടികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അത് പറയേണ്ട ഒരു വിഷയമാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ജെ സീരീസിനേക്കാളും കുറച്ചുകൂടെയൊക്കെ മെയിൻ്റനൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മുമ്പൊക്കെ എല്ലാവരും മെയിൻ്റനൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഒരുവിധ ആൾക്ക് വർക്കൊക്കെ ശരിക്കും പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുവിധം സാധാ വർക്ക്ഷോപ്പുകാരൊക്കെ ഒരുവിധമൊക്കെ വർക്ക് പഠിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാ വർക്ക്ഷോപ്പിലും കയറ്റി വർക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. പിന്നെ അതുമാതിരി തന്നെ സ്പെയറൊക്കെ നല്ല രീതിയിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് ഈ വണ്ടി. പിന്നെ ആർക്കും വർക്ക് എടുത്ത് അത്യാവശ്യം ബുദ്ധിമുട്ടായ, അതായത് എവിടെയെങ്കിലും കുടുങ്ങി കിടക്കാനും എടുത്ത് പോകാനും പറ്റിയ ഒരു വണ്ടിയാണ് ഈ വണ്ടികൾ. പിന്നെ സ്റ്റാൻഡേർഡിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ലോ ആൻഡ് ടോർക്ക് തന്നെയാണ്. ആ ഒരു 35-30 സ്പീഡിലൊക്കെ ടോപ്പ് ഗിയറിൽ നമുക്ക് സുഖമായിട്ട് ഓടിച്ച് പോകാൻ പറ്റിയ സ്റ്റാൻഡേർഡ് മാത്രമാണ്. അതുകൊണ്ടാണ് സ്റ്റാൻഡേർഡിന് മാത്രം എടുത്ത് പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ സീറ്റിംഗ് കംഫർട്ടും സ്റ്റാൻഡേർഡ് തന്നെയാണ്. പില്ലൻ റൈഡേഴ്സിൻ്റെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് തന്നെയാണ്. പിന്നെ അതിന് പോരായ്മ സെൽഫ് സ്റ്റാർട്ടില്ല, ഡിസ്ക് ബ്രേക്ക് ഇല്ല എന്നുള്ളത് ബേസിക്സോടുകൂടി ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ചിട്ടുണ്ട്. പിന്നെ സർവീസിൻ്റെ പാർട്സിൻ്റെ പുതിയ അപ്ഡേറ്റ്, GSTൻ്റെ കുറവ് മൂലം എത്രത്തോളം പാർട്സിന് വില മാറ്റം വന്ന് എന്നുണ്ടെന്ന് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. അത്രത്തോളം നിങ്ങൾക്ക് ലാഭകരമാണ് ഇപ്പോഴത്തെ സർവീസ് എന്നുള്ളത്. സ്പെയർ പാർട്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ കേട്ടോ, കുറച്ച് പ്രൈസേഴ്സ് കുറച്ചൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ പാർട്സിനൊക്കെ. അപ്പോൾ ഞാൻ BS6 വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എടുക്കുന്ന ആളുകൾ എടുത്ത ആളുകൾ ഈ ഒരു കാര്യം ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പണിയും ഈ വണ്ടി തരില്ല. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ എടുക്കാൻ പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ABSൻ്റെ മോഡുലേറ്ററും ഞാൻ പറഞ്ഞ ത്രോട്ടിൽ ബോഡിയുടെ ഓവർ RPM കയറി ഇറങ്ങി നിൽക്കുകയാണ്. ആ ഒരു കാര്യം നല്ല ശ്രദ്ധിക്കുക. അത് ECMൻ്റെ കംപ്ലയിൻസ് ആവാം. പിന്നെ അതേമാതിരി ECM മാറ്റിയ വണ്ടിയാണോ, ECM ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരുന്ന വണ്ടിയാണോ എന്നറിയാൻ വേണ്ടി ഒരു കാര്യം പിന്നെ ഒന്നുമില്ല, ശരിയായ രീതിയിൽ ഡയഗ്നോസ് ചെയ്യുന്ന പറഞ്ഞാൽ ഡയഗ്നോസ് ടൂൾ ഉപയോഗിച്ച് ഡയഗ്നോസ് ചെയ്യുന്നിടത്ത് പോയി കഴിഞ്ഞാൽ അതിന് ECM റീപ്ലേസ് ചെയ്തതാണെന്ന് അറിയാൻ പറ്റും. അതായത് മുമ്പ് ഇപ്പോൾ ECM കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടോ ഈ വണ്ടിക്ക് എന്നുള്ളത് അറിയാൻ പറ്റും. അത് പിന്നെ വലിയൊരു കാര്യമൊന്നും അല്ലെങ്കിൽ അറിയാമെന്നേ പറയുന്നുള്ളൂ. അപ്പം പിന്നെ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് പമ്പിന്ന് ടാങ്കിൽ നിന്ന് ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് വരുന്നത് എന്നുള്ളത്. ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് കംപ്ലയിൻസ് ആയിട്ട്, പുതിയ ആളുകളായിരിക്കും അറിവില്ലായ്മ കൊണ്ട്, എന്നാൽ അറിവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്ന ശബ്ദം ഫ്യൂൽ ടാങ്കിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അതൊരു കംപ്ലയിൻസ് ഒന്നുമല്ല. പിന്നെ പറയാനുള്ള മെയിൻ വിഷയം, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബോത്ത് ബ്രേക്ക് സെയിം ടൈമിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇത്രയും വെയിറ്റുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ വണ്ടി നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് എത്രത്തോളം ലോഡായിരിക്കും ബാക്ക് വീലൊക്കെ വരിക എന്നുള്ളത് ഒന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. പെട്ടെന്ന് സ്പീഡിലൊക്കെ പോവുകയാണെങ്കിൽ ബ്രേക്ക് ട്വിസ്റ്റ് ആവാൻ, ലോക്കാവാനൊരു സാധ്യത ഉണ്ട്. പഴയ വണ്ടിക്ക് വളരെ കൂടുതലായിരുന്നു അത്. പക്ഷേ BS4 അതിനനുസരിച്ച് ഒരു പരിധി വരെ പരിഹരിച്ചിട്ടുണ്ട്. എന്നാലും കഴിയുന്നതും നിങ്ങൾ 2 ബ്രേക്ക് ഒന്നിച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഡ്രം ബ്രേക്ക് ആണെങ്കിലും ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും 2 ബ്രേക്കും എഫക്റ്റീവായിട്ട് ബ്രേക്കിംഗ് തന്നെയാണ്. പിന്നെ നമുക്ക് 60-70ൻ്റെ മുകളിലൊന്നും സ്പീഡിലൊന്നും ബുള്ളറ്റും കൊണ്ടാരും പോകില്ലല്ലോ. 100+ ഒന്നും പോകാൻ പറ്റിയൊരു വണ്ടിയല്ല റോയൽ എൻഫീൽഡിലെ ഈ ഒരു കാറ്റഗറിയിലെ വണ്ടി. എപ്പോഴും ഒരു 60-70 സ്പീഡിൽ ക്രൂസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ ലോങ് ടൈം മെയിൻ്റനൻസിൻ്റെ ബാക്കിയുള്ള സാധാ 100cc ബാക്കി ബ്രാൻഡഡ് ജപ്പാൻ ബൈക്കുള്ള വാഹനങ്ങളൊന്നും മാറി അത്ര തന്നെ മെയിൻ്റനൻസ് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്ര തന്നെ മെയിൻ്റനൻസ് വരാത്തൊരു വണ്ടിയാണ് ബുള്ളറ്റ് എന്ന് എനിക്ക് പറയാം. ബാക്കിയുള്ള എല്ലാവരും ആളുകൾ പറയുന്ന ചവറ് വണ്ടിയാണ് മറ്റെന്നൊക്കെ പറയുന്നത് അവരെ ഉപയോഗം കൊണ്ട് വരുന്നതാണ്. നമ്മളൊരു ബുള്ളറ്റ് റോയൽ എൻഫീൽഡ് വാഹനം എടുക്കുന്ന സമയത്ത് അതിനെ ഉൾക്കൊണ്ടും ഉപയോഗിക്കാൻ പഠിക്കുക. എന്നാൽ പ്രശ്നവും ഒരു ടെൻഷനും ആയിക്കേണ്ട കാര്യമല്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.